മഴ കനക്കുകയാണ്. ഇനി 5 ദിവസവും കൂടെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥ മാറ്റം അതിശക്തമായിട്ടുള്ള മഴയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം, ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഈ മാസമാണ് മഴ ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 550 മില്ലിമീറ്ററിന് മേലെ മഴ ലഭിച്ചു എന്നാണ് ഇതുവരെ കണക്കാക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അത് കൂടാനുള്ള സാധ്യതയുമുണ്ട്. അപകടകരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും മഴ വളരെ ശക്തമായ മഴയാണ് ഇപ്പോൾ വരുന്നത്. അതോടൊപ്പം തന്നെ കാറ്റാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. കാരണം വൃക്ഷങ്ങളൊക്കെ മറിഞ്ഞു വീഴുക, അപ്പം വാഹനങ്ങൾക്ക് മുകളിലേക്കൊക്കെ വീഴുമ്പോഴാണ് കൂടുതൽ അപകടം ഉണ്ടാകും. അതുപോലെ ഇലക്ട്രിക് ലൈനിലേക്കൊക്കെ വൃക്ഷങ്ങൾ മുറിഞ്ഞു വീഴുമ്പോൾ പ്രശ്നമുണ്ടാകും. അപ്പോൾ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വരുന്ന 5 ദിവസം മഴ ശക്തമായി തുടരുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തെക്കൻ കേരളത്തിലും സാമാന്യം ഭേദപ്പെട്ട മഴയുണ്ടാകും. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. നാളെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. മഴ മുന്നറിയിപ്പുള്ളതിനാൽ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധിയൊക്കെയാണ്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് ആലപ്പുഴ പുന്നപ്ര പറവൂർ ഒരു ആളിനെ കാണാതായി. സ്റ്റീഫൻ എന്ന ആളിനെ കാണാതായിട്ടുണ്ട്. കണ്ണൂർ എടയ്ക്കാട് ഏഴരക്കടപ്പുറത്ത് കഴിഞ്ഞ ദിവസം കടലിൽ കാണാതായ വിദ്യാർത്ഥി ഫർഫാൻ റൌഫിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം പേയാട് കാവടിക്കടവിൽ കുളിക്കാനിറങ്ങിയ സുനിൽകുമാറിനെ കാണാതായി. ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടം ഉണ്ടായത്. വിളപ്പിൽശാല ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആളായിരുന്നു സുനിൽകുമാർ. മറ്റൊന്ന്, ഈ തെക്ക് പടിഞ്ഞാറൻ രാജസ്ഥാന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, ബംഗ്ലാദേശ് തീരത്തിന് മുകളിലായി നാളെ ചക്രവാത ചുഴി രൂപപ്പെടാനും 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. ഇന്നും നാളെയും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റും വീശിയേക്കാം. അതോടൊപ്പം തന്നെ ഈ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനുമൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ, അല്ലേ? നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങളില്ല. എങ്കിലും ഈ ചെറു വള്ളങ്ങളിലൊക്കെ പോകുന്നവർക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പോകരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതായത് മഴ ശക്തമായി തന്നെ തുടരുകയാണ്. മഴ ലഭിക്കാവുന്നതിൻ്റെ കൂടുതൽ, ഈ മാസത്തിൽ ലഭിക്കാവുന്നതിൻ്റെ കൂടുതൽ തന്നെ, അതായത് ഓഗസ്റ്റ് മാസം വരെ ലഭിക്കേണ്ട മഴ ഇപ്പോൾ തന്നെ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ചിക്കൻ ബോക്സ്, അതോടൊപ്പം തന്നെ കൊറോണ, മറ്റു രോഗങ്ങൾ, ഇതൊക്കെ മഞ്ഞപ്പിത്തമൊക്കെ ഒരുപാട് പടർന്നു പിടിക്കുന്നുണ്ട്. പക്ഷേ ആരോഗ്യവകുപ്പൊന്നും ഇതിൽ ഒരു ജാഗ്രതയൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. നമുക്കറിയാം, ഹോസ്പിറ്റലുകളിലൊക്കെ പനിക്കാരുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൊറോണയൊക്കെ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സംസ്ഥാനത്തെ നദികളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. ഈ പറയുന്ന പോലെ തന്നെ പെരിയാറിൻ്റെ തീരത്തുള്ളവർക്കും ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർക്കും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മിക്കവാറും പല അണക്കെട്ടുകളുടെയും ഷട്ടറുകളൊക്കെ ഉയർത്തിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറും ഏതാണ്ട് നിറയുന്ന അവസ്ഥയിലേക്കാണ്. താമസിയാതെ ഷട്ടർ ഉയർത്താനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വലിയ തോതിലുള്ള ഒരു മഴയുടെ ശക്തി പ്രാപിക്കൽ പല സ്ഥലങ്ങളിലും ഭീഷണി ഉയർത്തുന്നുമുണ്ട്. ഈ പറയുന്ന വെള്ളപ്പൊക്ക, ഈ പറയുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുമ്പോൾ തന്നെ ആ പ്രദേശത്തുള്ളവരെയൊക്കെ മാറ്റി താമസിപ്പിക്കേണ്ടി വരും. തലസ്ഥാനത്തെ പല നദികളും, നഗരത്തിലൂടെ കടന്നു പോകുന്ന നദികളെല്ലാം തന്നെ നിറഞ്ഞൊഴുകുകയാണ് എന്നുള്ളതാണ് വിവരങ്ങൾ വരുന്നത്. ഈ പറയുന്ന ആൾക്കാർ, ഈ പറയുന്ന പുഴയുടെ തീരത്ത് താമസിക്കുന്നവരോ അല്ലെങ്കിൽ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരും ഒക്കെ വലിയ തോതിൽ ശ്രദ്ധിക്കണമെന്നുള്ള ജാഗ്രതാ നിർദ്ദേശമൊക്കെ വരുന്നുണ്ട്. ഒഴുക്ക് വർദ്ധിച്ചതിനാൽ കുളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ സൂക്ഷിക്കണമെന്നും പ്രാദേശിക ഭരണകൂടങ്ങളും ജില്ലാ ഭരണകൂടവും ഒക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്. ഈ മഴയുടെ തോത് മലയോര മേഖലകളിൽ ശക്തമായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വലിയ തോതിൽ മഴ മലയോര മേഖലകളിൽ ഉള്ളതുകൊണ്ട് തന്നെ മലവെള്ളപ്പാച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പെട്ടെന്നായിരിക്കും മലവെള്ളപ്പാച്ചിൽ വരുന്ന. മലയുടെ മുകളിൽ മഴ പെയ്യുകയും താഴ്ഭാഗത്ത് മഴ പെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ മുകളിൽ ഒന്ന് വലിയ തോതിൽ ശക്തമായിട്ടുള്ള വെള്ളം, നീരൊഴുക്കുണ്ടാകും. നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴായിരിക്കും വെള്ളം വരുന്നത്. അങ്ങനെ ഒരുപാട് അപകടങ്ങളും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം ജാഗ്രത പുലർത്തണമെന്ന അറിയിപ്പുകളും ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ മഴയുടെ വ്യാപ്തി കൂടുന്നതനുസരിച്ച് രോഗവ്യാപനം ഇത് പറഞ്ഞതുപോലെ തന്നെ വരുന്നുണ്ട്. വലിയ തോതിൽ ഈ പകർച്ചവ്യാധികളുടെയൊക്കെ ഈ മാലിന്യ പ്രശ്നം തന്നെയാണ് ഒരു പ്രധാനമായിട്ടും കാണുന്നത്. പല പുഴയുടെ സൈഡിലൊക്കെ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് മാലിന്യം ഒഴുകി വരുന്നതാണ്. കാരണം കൂട്ടിയിട്ട മാലിന്യങ്ങളല്ല, വെള്ളം മുങ്ങുമ്പോഴത്തേക്ക് അതിൽ കൂടെ ഒഴുകി വരുന്നതാണ്.
ഈ വെള്ളത്തിൽ ചവിട്ടുകയോ നിൽക്കുകയോ ചെയ്താൽ മതി, അസുഖങ്ങൾ വരാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വലിയ തോതിലുള്ള അസുഖങ്ങളും ഇപ്പോൾ പടർന്നു പിടിക്കുന്നുണ്ട്. സാധാരണ ഈ കർക്കിടകമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ കർക്കിടക ചികിത്സ അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്ന സമയത്തിലേക്ക് കൂടെയാണ് പോകുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള രോഗവ്യാപനം, അതായത് പനി പോലുള്ള രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുന്നുണ്ട്, വൈറൽ പനികളൊക്കെ. നമുക്ക് ഈ പ്രതിരോധ മരുന്ന് കഴിച്ചിട്ടാണ് കുറച്ചെങ്കിലും, ഈ പറയുന്ന ഹോമിയോയുടെയൊക്കെ പ്രതിരോധ മരുന്ന് കഴിച്ചിട്ടാണ് കുറച്ചെങ്കിലും ഒക്കെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ ഈ രോഗവ്യാപനം വളരെ ജാഗ്രതയോടുകൂടി തന്നെ കാണണം. കുട്ടികളിലും ഒക്കെ ഈ പനി പടരുകയാണെങ്കിൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ അല്ല, പൊതുവേ ഇപ്പോൾ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. പക്ഷേ അതിനനുസരിച്ചുള്ളൊരു മുൻകരുതൽ നടപടികളൊന്നും അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശക്തമായ തിരക്കാണ് ഈ ഗവൺമെൻറ് ആശുപത്രികളിലൊക്കെ തന്നെ. അത് നിയന്ത്രിക്കാനോ ഒന്നും തന്നെ ഒരു സംവിധാനവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പനി പടർന്നു പിടിക്കാനും അതോടൊപ്പം തന്നെ ചിക്കൻ ബോക്സ്, മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളൊക്കെ വ്യാപിച്ചു വരുന്നുണ്ട്. അതൊക്കെ പകർന്ന് കൂടുതൽ പേരിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവകരമായ മറ്റൊന്ന് കൊറോണ അമിതമായി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിപ്പോൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. കൊറോണയുടെ എണ്ണം കൂടി വരുന്നു, കൊറോണ രോഗികളുടെ എണ്ണം കൂടുന്നുണ്ട്, അത് പലരിലേക്കും പകരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അന്ന് സംഭവിച്ചതുപോലുള്ള കൊറോണ അല്ല എങ്കിൽ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നുള്ള പരാതി വ്യാപകമായിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ. നമുക്ക് ഓരോ ഹോസ്പിറ്റലിലും ചെല്ലുമ്പോൾ നീണ്ട ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. ജനറൽ ആശുപത്രികളിലടക്കം മെഡിക്കൽ കോളേജിലടക്കം വലിയ ക്യൂ കാണുന്നുണ്ട്. പക്ഷേ അതിനനുസരിച്ച് പെട്ടെന്ന് ഡോക്ടർമാരെ കാണാൻ കഴിയാതെ. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇന്ന് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഡാം തുറക്കാൻ സാധ്യതയുണ്ടെന്ന് ജില്ലാ അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാറി താമസിക്കുന്നവർക്ക് 20-ലധികം ക്യാമ്പുകൾ സജ്ജീകരിച്ചതായും ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഈ പറയുന്ന പോലെ തന്നെ കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് 883 കുടുംബങ്ങളെയും 3220 പേരെയാണ് മാറ്റുക. 880 കുടുംബങ്ങളിലുള്ളവർ വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് മുമ്പ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി റവന്യൂ പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പകൽ സമയത്ത് മാത്രമേ ഷട്ടറുകൾ തുറക്കാവൂ എന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായും കളക്ടർ അറിയിച്ചു. വെള്ളിയാഴ്ച 4 മണിവരെ ജലനിരപ്പ് 135.25 ആയിരുന്നു. മഴ തുടർന്നാൽ ജലനിരപ്പ് ഇനി ഉയരും. അപ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് നമ്മൾ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു ജലബോംബാണ്. അപ്പോൾ അവിടെ ഉള്ളവരെ മാറ്റി പാർപ്പിക്കുന്നു. ഈ അണക്കെട്ട് തുറക്കുമ്പോൾ എങ്ങനെയാണെന്ന് 2022 ഇതിനു മുമ്പ് തുറന്നത്. അപ്പോൾ ജലനിരപ്പ് ഉയരുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷട്ടറുകൾ ഉയർത്തും. വലിയ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. മഴക്കാലത്തിൻ്റെ ജാഗ്രതകളാണ് നമ്മളിപ്പോൾ വരുന്നത്. മറ്റൊരു ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളം മുഴുവനും. ഓരോ മഴക്കാലത്തും നമ്മളുടെ പ്രാർത്ഥന അത് തന്നെയാണ്. ഇനി ഒരു ദുരന്തത്തെ കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിന് ഇല്ല എന്നുള്ളതും വാസ്തവമാണ്. എന്തായാലും എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.